ഇത് എൻ്റെ ഫ്രണ്ട് സജാദിൻ്റെ തോണിയാണ്. പോയി പണിക്ക് പോകുന്ന തോണിയാണ്. ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവൻ പറഞ്ഞു നമുക്കൊന്ന് തോണിയിലൊന്ന് പുറത്തേക്കൊന്ന് പോകുന്നു. അപ്പം അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ വേറൊരു ഫ്രണ്ടും ഉണ്ട്. നമ്മൾ 3 പേരും ചെറുപ്പത്തിൽ അയൽവാസികളായിരുന്നു. ഇപ്പോൾ അങ്ങനെ വീട് സജാദ് എന്ന് പറഞ്ഞ തോണീൻ്റെ ഓണർ വീട് മാറിയതാണ് ഫറൂഖ് കോളേജ്. അവനവിടെ കുറേ കാലമായി. അവൻ്റെ പണി തോണിയിൽ പോയി എടുക്കാൻ പോകുന്ന പണിയാണ്. അപ്പോൾ അവന് തോണി ഇന്ന് ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ ഒന്ന് കടവ് റിസോർട്ട് ഭാഗത്തേക്കൊന്ന് തോണിയിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. യാദൃച്ഛികമായിട്ടൊന്ന് എടുക്കാൻ തോന്നി, അങ്ങനെ എടുത്തതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന രംഗം. അങ്ങനെ നമ്മൾ തോണിയിലേക്ക് കയറിയത് അവന് അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്ത് നമ്മൾ പിന്നെ അവൻ്റെ കുട്ടികളും സജാദ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കുട്ടികളും ഉണ്ട്, 2 കുട്ടികൾ. അവർ അപ്പുറത്തിരിക്കുന്നുണ്ട്. അതിലൊരു മോൾക്ക് ഭയങ്കര കുറവാണ്. അപ്പോൾ അതിനോണ്ട് അവളങ്ങനെ കാണിക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല. അവളെ ഒരു കുറവ് കണ്ടപ്പോഴേ അതിലൊരാളിതാ 2 ആളിതാ. അങ്ങനെ നമ്മൾ പേടിക്കേണ്ട സാധാ നമ്മൾ തോണിയിൽ പോകുമ്പോൾ തോണിയിൽ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ലാഞ്ചലുണ്ടാവുമല്ലോ, അതൊന്നുമില്ല. കറക്റ്റ് സ്ട്രെയിറ്റ് അങ്ങനെ ഇരിക്കും. നമുക്ക് പേടി തോന്നുന്ന ഒരു സംഭവമായി തോണിയിൽ പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് ആ കുട്ടികൾ വരെ അതിനുള്ളിലൂടെ സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവർക്കും ഒരു പേടി തോന്നുന്നില്ല, നമുക്കും അങ്ങനെ തോന്നുന്നില്ല. പിന്നെ മുളനോട് അങ്ങനെ കുത്തിയൊക്കെ മാറ്റി വെച്ചതിപ്പോൾ ഒരു മോട്ടർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ വളരെ സ്ലോയിലായിട്ട് പോകും. അത് വളരെ ഫാസ്റ്റ് നമ്മളെ സ്പീഡ് ബോട്ട് പോകുന്ന മാതിരി അങ്ങനെയൊന്നും ഇത് പോകാൻ പറ്റില്ല. നോർമലായിട്ട് ഇങ്ങനെ മെല്ലെ സൈലൻ്റായിട്ട് നമുക്കിങ്ങനെ പോയി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുവരും. നല്ല വ്യൂ ആണ്. ഒന്നാമത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നല്ലൊരു കാലാവസ്ഥയായിരുന്നു തോണിയിൽ പോകാൻ പറ്റിയ നല്ലൊരു കാലാവസ്ഥ. മഴയില്ല, മഴൻ്റെ കാറുണ്ടായിരുന്നു. പിന്നെ കാറ്റൊക്കെ വന്നപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ നല്ലൊരു കാലാവസ്ഥയായി. അപ്പോൾ അവൻ്റെ പണിക്കുള്ള ആരോ ഫോം വിളിച്ചപ്പോൾ അങ്ങനെ അതിലേക്കുള്ള സംസാരത്തിലേക്കായി. അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മളിങ്ങനെ ആവശ്യം എല്ലാവരും ഒരിക്കലിങ്ങനെ അതിങ്ങനെ പോകുന്നുണ്ട്. സംഗതി നല്ലൊരു രസമാണ്, ഒരു വൈബ്, വേറെ തന്നെ ഒരു വൈബാണ്. നമുക്ക് എന്തായാലും യാദൃശ്ചികമായിട്ട് കിട്ടിയതാണ്. എപ്പോഴും ഇതിങ്ങനെ ഫ്രീ ഉണ്ടാവാറില്ല. വ്യൂ അടിപൊളിയാണ്. ഇപ്പോൾ കാണുന്ന കണ്ടില്ലേ, ഇത് നമ്മളെ ഫറൂഖ് പേട്ട ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു വ്യൂ ആണത്. ആ ഭാഗം നമ്മൾ നേരെ കോഴിക്കോട് കടവ് റിസോർട്ട് എന്ന് പറയും ചില ആളുകൾ, മനസ്സിലാവും അറിയേണ്ടത്. ആ ഭാഗത്തേക്കാണ് ഇത് പോകുന്നത്. അതവൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പണി നോക്കണേ. പെട്രോളാണ് സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ നമ്മളിങ്ങനെ യാത്ര തുടങ്ങി. നമ്മളെ കൂടുതൽ എൻ്റെ മറ്റൊരു ഫ്രണ്ടിന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് ഭയങ്കര അവൻ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ നിൽക്കണം. ഞാൻ അവനും ഫാമിലിനെ പിന്നെ കൂട്ടിയിട്ടില്ല. ഇതിൽ പോകുന്ന കാര്യം അവന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ തോണിയിൽ പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അവൻ്റെ കുട്ടികളെ 2 ആളും വെച്ചിട്ട് ഇങ്ങനെ പോകാനുള്ളൊരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു അവന്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ അവൻ്റെ വീട്ടിൽ എത്തിയത്. അപ്പം അങ്ങനെ നമ്മളങ്ങനെ യാത്ര അതിൽ പോകാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അറിയാതെ, അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിലും കുട്ടികളൊക്കെ കൊണ്ടുവന്ന് അതിൽ പോകാമെന്നുള്ളൊരു, ഇനിയിപ്പോൾ അടുത്ത വേറൊരു സമയത്ത് പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതിൽ. അപ്പോൾ നമ്മളങ്ങനെ യാത്ര ചെയ്തിട്ട് ഇപ്പോൾ കടവ് റിസോർട്ട്, ഇപ്പോൾ നമ്മളെ NH ഹൈവേൻ്റെ കുറേ കാലം മുന്നേ ഇവിടെ ഒരു ടോൾ ഉണ്ടായിരുന്നു. കടവ് റിസോർട്ടിന് മുന്നേ ഫറൂഖ് കോളേജ് എത്തുന്നതിൻ്റെ മുന്നേ രാമനാട്ടുകര റൂട്ടാണ്. അവിടെ വേറെ 2 ബ്രിഡ്ജിൻ്റെ പണിയും കൂടി നടക്കുകയാണ്. ആ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ കാണുന്ന കടവ് റിസോർട്ടാണ്. ഇതാണ് കടവ് റിസോർട്ട്. അപ്പോൾ തൊട്ടടുത്തൊക്കെ മണ്ണെടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പാലത്തിൻ്റെ പണി തകൃതമായിട്ട് നടക്കുന്നുണ്ട്. അതിന് മുകളിലൊക്കെ 2 പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇത് വളരെ സ്ലോയിലാണ് നമുക്ക് പോകുന്നത്. അത് പോകുന്ന ഭാഗം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാറ്റിൻ്റെ കൂടുതലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് കാറ്റില്ലാത്തതിൻ്റെ ചെറിയൊരു വിങ്ങലുണ്ടായിരുന്നു. കാറ്റ് നമ്മൾ പോകുന്ന ഭാഗത്തേക്കാണ്. പക്ഷേ പിന്നെ നമ്മൾ അതായത് ചെറുപ്പത്തിലുള്ളൊരു ഫ്രണ്ട്സുകളാണ് ഇവർ 2 പേരുണ്ട്. അവരെല്ലാവരും ഈ സജാദ് അറിയും തോണീൻ്റെ ആളെ സജാദ്, അവൻ്റെ പേരാണ് സജാദ്. അവനും വേറെ 2-3 ആളും കൂടി പാർട്ട്ണർഷിപ്പിൽ എടുത്തൊരു തോണിയാണിത്.
അങ്ങനെ ജോലിക്ക് പോകുന്നതാണ് ഒരുമിച്ച്. അവന് കുറേ ആയിട്ട് ഫറൂഖ് കോളേജ് ഭാഗത്തേക്കാണ് വീട് മാറിയിട്ട്. അപ്പോൾ ഞാൻ വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അവൻ്റെ അവിടെ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഒരുമിച്ച് 3 ആളും കൂടി ഉണ്ടാകുമ്പോൾ നല്ല വേറെ തന്നെ ഒരു വൈബാണ്. പഴയൊരു നൊസ്റ്റാൾജിയ വരും. പല സംസാരങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അതിന് കൂടുതൽ ഈ യാത്ര കൂടി ആകുമ്പോൾ ഒന്നും പറയില്ല. അടിപൊളി വ്യൂ ആയിരുന്നു. ഈ നേരെ കാണുന്ന ചെറിയൊരു ഐലൻഡ്, ഒരു തുരുത്ത് എന്നൊക്കെ പറയുന്ന മാതിരി ഈ പുഴയുടെ നടുവിൽ ഒരു ചെറിയ കുറേ തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം. ഈ കാണുന്നതാണ് ഈ നടുവിലുള്ള പാലാണ് ഓൾഡ്. പല അപ്പുറത്തെ റൈറ്റും ലെഫ്റ്റും 2 പാലത്തിൻ്റെ പണി നടന്നുകൊണ്ട് കാണും. ഒന്ന് ഏകദേശം അയക്കണിഞ്ഞ് പുതിയതൊന്നത്. അപ്പോൾ ഇപ്പുറത്തിങ്ങനെ ഈ സ്ഥലത്തിങ്ങനെ കാണാം. ഇതാണ് കടവ് റിസോർട്ട്. തൊട്ടടുത്ത് ഇതായി മൈനിങ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ആ പാലത്തിൻ്റെ ആ ഫില്ലർ ഉണ്ടാക്കുമല്ലോ, കാല്, അതിങ്ങനെ കുഴിച്ച് ഉണ്ടാക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഐലൻഡിൽ നിന്ന് തുരുത്തെന്നൊക്കെ പറഞ്ഞ സംഗതി. നമ്മൾ ഈ യാത്ര ഇങ്ങനെ നേരെ പോയിട്ട് അത് റൗണ്ട് അടിച്ചിട്ട് റിട്ടേൺ ഇങ്ങനെ വരാമെന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് അതിൻ്റെ കറക്റ്റ് റിസോർട്ടിൻ്റെ തൊട്ട് സംഗതി. ആ കടവ് റിസോർട്ടിൽ നല്ല അറബികളും പുറത്തുനിന്നുള്ള ആളുകളാണ്, യൂറോപ്സാണ് അധികം വരുന്നത്. അതുപോലെ വ്യൂ ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാറ്റ് എന്ന് പറഞ്ഞ സംഗതി ഇല്ല. സംഭവം കാറ്റ് നമ്മൾ പോകുന്ന ദിശയിലേക്കാണ് പോകുന്നതിനോട് തീരെ കാറ്റ്. തിരിച്ച് വരുമ്പോൾ അവൻ പറഞ്ഞിരുന്നു തിരിച്ച് വരുമ്പോഴാണ് കാറ്റ് വരാന്ന്. അപ്പോൾ ഇത് തിരിച്ച് വരികയാണ്. വീഡിയോ കുറേ ലെങ്ത് ആക്കണ്ടെന്ന് വെച്ചിട്ട് പകുതി അങ്ങനെ പോകുന്നത് തന്നെയല്ലേ, അതിങ്ങനെ ഒഴിവാക്കിയതാണ്. ഇത് നമ്മൾ തിരിച്ച് വരും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പുഴയിലേക്ക് നോക്കിയാൽ മനസ്സിലാവും കാറ്റിൻ്റെ. ഇപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. കാറ്റിങ്ങനെ അടിക്കുമ്പോൾ യാത്ര. പിന്നെ അവർ പറഞ്ഞിരുന്നു മീനിനെ പിടിക്കാന്നുള്ളത്. ഈ ഭാഗത്ത് നല്ല ചെമ്പല്ലി കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ ആ യാത്ര കഴിഞ്ഞ് അപ്പോൾ അത് നമ്മൾ വണ്ടി തോണി അടുപ്പിക്കാനുള്ളൊരു പണി നോക്കിക്കൊണ്ടിരിക്കുന്നു. മോട്ടറൊക്കെ ഓഫാക്കി അതിന് തിരിക്കുന്ന വീഡിയോസൊക്കെ ഇട്ട് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളൂ.